യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ പോലീസ് തിരയുന്ന നടൻ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഒരു ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം ഓണായി. ഇന്നലെ മുതൽ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്ന ഫോൺ ഇന്നു രാവിലെ മുതലാണ് ഓണായത്. എന്നാൽ ഇതിൽ വിളിച്ചവർക്കെല്ലാം എൻഗേജ് സന്ദേശമാണ് ലഭിച്ചത്. ഫോണിന്റെ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഫോൺ സിദ്ദിഖിന്റെ പക്കൽ തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ ഫോൺ ഉപയോഗിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് സിദ്ദിഖിന്റെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത്. അതിനുശേഷം സിദ്ദിഖുമായി ബന്ധപ്പെടാൻ പോലീസിനായിട്ടില്ല. സിദ്ദിഖിന്റെ അവസാന ടവർ ലൊക്കേഷൻ കൊച്ചി വിമാനത്താവളത്തിന് സമീപമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം മൊബൈൽ ഫോണുകൾ ഓഫ് ആയതിനാൽ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. അതേസമയം സിദ്ദിഖിനെ കണ്ടെത്താൻ സിനിമാ രംഗത്തും പുറത്തുമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 24 മണിക്കൂറോളം പിന്നിട്ടിട്ടും നടനെക്കുറിച്ച് സൂചനയൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നലെ വരുമെന്നറിവുണ്ടായിട്ടും പോലീസ് മുൻകരുതൽ നടപടികൾ എടുത്തില്ലെന്ന വിമർശനവും ശക്തമാണ്. അതേസമയം ഉടൻ അറസ്റ്റ് എന്നൊരു സാധ്യത ഈ കേസിൽ പരിഗണിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് സിദ്ദിഖ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്നലെ മുതിർന്ന അഭിഭാഷകരുമായി സിദ്ദിഖുമായി അടുപ്പമുള്ളവർ ചർച്ച നടത്തിയിരുന്നു. അതിനിടെ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരിയായ നടി സുപ്രീം കോടതിയിൽ തടസ്സഹർജി നൽകിയിട്ടുണ്ട്. സിദ്ദിഖിനെതിരെ സർക്കാരും തടസ്സഹർജിയുമായി കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.